पदिगुं हवामहे कविं कवीनामुपवस्सवसमा ज्येष्ठराजं ब्रह्मणा. ഭാരതത്തിൻ്റെ ആത്മാവ് ഗ്രാമങ്ങളിൽ വസിക്കുന്നു. ഭാരതത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ഒരു ഗ്രാമത്തിലാണ് ഈ സന്ധ്യയിൽ ഞാൻ എത്തി നിൽക്കുക. സായിഗ്രാമിൽ ഭാരതത്തിൻ്റെ ആത്മാവ് സജീവമായി കുടികൊള്ളുന്നു എന്നത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്നു. വ്യത്യാസങ്ങളില്ലാതെ മനസ്സുകൾ ചേർത്ത് വെച്ച് നമസ്കരിക്കാനും നമോഭാഗമർപ്പിക്കാനും ഒരുമിച്ച് നീങ്ങാനും മനസ്സിന് പ്രതീക്ഷയും പ്രത്യാശയും ഊഷ്മളതയും പകരുന്ന ഒരു സ്ഥലം. അത്യാർത്തിയുടെ ലോകത്ത് പങ്കുവച്ച് ജീവിക്കാൻ പാഠം നൽകുന്ന ഈ സായിഗ്രാം നമ്മുടെ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുകയാണ്. പ്രതീക്ഷയും പ്രത്യാശയും തമ്മിൽ വൈരുദ്ധ്യമില്ല എങ്കിലും പ്രത്യാശ എന്ന് പറയുന്നത് ഈശ്വര വിശ്വാസത്തിൽ കൂടി അധിഷ്ഠിതമായ ഒരു അനുഭവമാണ്. ഇവിടെ പ്രതീക്ഷയേക്കാൾ പ്രത്യാശ നൽകുന്നു എന്നത് ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഞാനിവിടെ ഇരുന്നപ്പോൾ ശ്രദ്ധിച്ചു, ഇവിടെ ഒരു കസേരയിൽ 2-3 കുട്ടികൾക്ക് വരെ ഇരിക്കാൻ സ്ഥലമുണ്ട്. ഒരു കസേര കൊടുത്താൽ തൃപ്തി വരാത്ത നമ്മുടെ നാട്ടിലെ പുതിയ ഒരു സംസ്കാരത്തിൻ്റെ മധ്യത്തിൽ ചേർന്നിരിക്കാൻ, കുടുംബമായിരിക്കാൻ കഴിയുന്ന ഒരനുഭവം ഈ സായിഗ്രാം നമ്മുടെ സമൂഹത്തിന് നൽകുകയാണ്. ഇന്ന് സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ ഇതെല്ലാം തന്നെ പ്രസംഗിക്കേണ്ട കാലഘട്ടമല്ല ഇത്. പഠിപ്പിക്കേണ്ട കാലമല്ല ഇത്. ഇതെല്ലാം തന്നെ നടത്തി കാണിച്ചു കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സായിഗ്രാമം, മതസൗഹാർദ്ദത്തിൻ്റെ സായിഗ്രാമം, എല്ലാം കരുണയുടെയും സ്നേഹത്തിൻ്റെയും സായിഗ്രാമം സൃഷ്ടിക്കുവാൻ കാരണം ഇത് പഠിപ്പിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞ്, പറഞ്ഞു കൊടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞ്, പ്രസംഗിക്കേണ്ട കാലഘട്ടവും കഴിഞ്ഞതിനാൽ ഞങ്ങളുടെ എളിയ രീതിയിൽ ഇത് സമൂഹത്തിന്, ലോകത്തിന് കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ്. തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സംസാരത്തിൻ്റെ ഇടയിൽ തിരുമേനിയൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ധൈര്യം എന്നുള്ളത് ഞങ്ങളുടെ ദാരിദ്ര്യവും ഞങ്ങളുടെ കടവുമാണ്. ഞങ്ങളുടെ ധൈര്യം ഏതൊരു പദ്ധതി പറഞ്ഞാലും എടുക്കുവാൻ തയ്യാറാകുന്നത് ഈ ധൈര്യമാണ്. ഇത് ഒരു തവണ സുസാപാക്യം തിരുമേനി ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, ഇതെല്ലാം എങ്ങനെ നടക്കുന്നു? ഞാൻ മുകളിലോട്ട് നോക്കിയിട്ട് എല്ലാം ആ പരമാത്മാവ് നടത്തുന്നു, ഇത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും തന്നെ. സായിഗ്രാമം 0-ൽ നിന്ന് തുടങ്ങി 0-ലോട്ട് വീണ്ടും സഞ്ചരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ സമൂഹത്തിൽ ഇതെത്രത്തോളം, സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഒരു 0.5% പരിഹരിച്ചാൽ അത് വലിയ ഈശ്വര അനുഗ്രഹമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അനേക വർഷങ്ങൾക്ക് മുൻപ് ഇത് കാട് പിടിച്ച് കിടന്ന കാലത്ത് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഈ സ്ഥലത്ത് ഇതുപോലെ ഒരു മാനവസേവ, മാധവസേവ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെയും ഈശ്വരനെയും ഒരുപോലെ ആദരിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ടാകുമെന്ന്. അത് ശ്രീമാൻ ആനന്ദകുമാറിൻ്റെ അർപ്പണ മനോഭാവത്തിൻ്റെ തെളിവാണ്. ആദ്യം ആനന്ദകുമാർ എന്നെ കൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പടമൊക്കെ ഒരു വീഡിയോയൊക്കെ കാണിച്ചു. തോന്നക്കൽ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, ആറ്റിൻ്റെ അടുത്താണ്, നല്ല സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ
ദേഹോപദ്രവമില്ലാത്ത ഒരു തരം ഭ്രാന്ത് എന്ന് മാത്രമേ ഞാൻ അന്നേരം കരുതിയുള്ളൂ. പക്ഷേ അതിപ്പോൾ വന്നിട്ട് ഇവിടെ എന്തെല്ലാം സ്ഥാപനങ്ങളായി, എത്ര മനോഹരമായ അന്തരീക്ഷമായി. അതിനകത്തൊക്കെ ഒരു ഈശ്വരൻ്റെ സാന്നിധ്യം ഞാൻ കാണുന്നുണ്ട്. നമുക്ക് ഇനിയും നടന്നു തീർക്കാനുള്ള ദൂരം നടന്നു കഴിഞ്ഞതിനേക്കാൾ കൂടുതലാണ്. എവിടെയെങ്കിലും സ്ഥലം കിട്ടിയാൽ പുട്ടപ്പർത്തിയിലുള്ളതുപോലെ ക്യാഷ് കൗണ്ടർ ഇല്ലാത്ത ഒരാശുപത്രി തുടങ്ങാമെന്ന് ആനന്ദകുമാർ ധൈര്യം പറയുന്നുണ്ട്. കൽക്കട്ടയിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്തനായ മിഷണറി ഉണ്ടായിരുന്നു, സായിപ്പാണ്. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം ഞാൻ പലപ്പോഴും ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈശ്വരനിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈശ്വരന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക. സായിപ്പ് ഇംഗ്ലീഷിൽ പറഞ്ഞത് അറ്റംപ്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫോർ ഗോഡ്, എക്സ്പെക്റ്റ് ഗ്രേറ്റ് തിങ്സ് ഫ്രം ഗോഡ് എന്നാണ്. ആ ഒരു വിശ്വാസത്തിലാണ് ആനന്ദകുമാർ ഇവിടെ പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ ഞങ്ങളും ഗോപകുമാരൻ നായരെ പോലുള്ളവരും എന്നെപ്പോലെ ഡോക്ടർ സുഭദ്ര നായരെ പോലെയുള്ള ആളുകൾ സഹകരിക്കുന്നത് അതിനകത്തെ ആത്മാർത്ഥത തിരിച്ചറിഞ്ഞിട്ടാണ്. ആ പ്രവർത്തനങ്ങൾക്ക് അഭിമന്യ തിരുമേനിയുടെ ഇന്നത്തെ ഇവിടുത്തെ സാന്നിധ്യം പവിത്രവും പരിശുദ്ധവുമായ ഒരു പ്രചോദനമായി തീരും. ശ്രേഷ്ഠ കർദിനാൾ മോറാൻമാർ ബസേലിയോസ് ക്ലിമീസ് തിരുമേനിയെ സായി ഗ്രാമം ആദരിക്കുന്നു.